ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിളക്കുമര ഷാപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല സൂപ്പർ ഫുഡായിരുന്നു അവിടുത്തേത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയപ്പോൾ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവന് ബോട്ടിൽ കയറാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന് അവനെയും കൊണ്ട് ഒന്ന് അർത്തുങ്കൽ ബീച്ചിലൊക്കെ പോയി അവനെ ഒന്ന് ജസ്റ്റ് കടലൊക്കെ കാണിച്ച് അവനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി നമ്മൾ നേരെ അർത്തുങ്കൽ ബീച്ചിലോട്ട് പോവുകയാണ്. അർത്തുങ്കൽ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയല്ലേ അർത്തുങ്കൽ പള്ളി. അപ്പോൾ അവിടെ ഒന്ന് കയറാം എന്നൊക്കെ കരുതി നമ്മൾ പോവുകയാണ്. പൊതുവെ ഇന്ന് തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. റോഡിലൊക്കെ ആണെങ്കിലും അധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തലേദിവസം വരെ നല്ല മഴയായിരുന്നു. ഇന്ന് നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. അപ്പം നമ്മൾ ഒരു 2-3 മണിയോളം ആയിട്ടുണ്ടാവും നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം നമ്മൾ ചെല്ലുന്ന സമയമാകുമ്പോൾ പള്ളിയിൽ കയറി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ബീച്ചിലെത്തുമ്പോഴത്തേക്ക് വെയിലൊക്കെ മാറി അത്യാവശ്യം തണലൊക്കെ ആകുമെന്ന് കരുതി നമ്മൾ നേരെ പള്ളിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം നമുക്കിനി പള്ളിയിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ അർത്തുങ്കൽ പള്ളിയിലെത്തി. പള്ളിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആണെങ്കിലും അത്യാവശ്യം ഒരുപാട് ആൾക്കാർ പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. നമ്മളകത്ത് കയറി പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ തന്നെ സമയം ഒന്ന് പോകാനായിട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ബീച്ചിൽ ചെല്ലുന്ന സമയമാകുമ്പോൾ നല്ല വെയിലായിട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ പുറത്തൊക്കെ ഒരുപാട് കാണാനായിട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുഞ്ഞിനെയും കൂട്ടി കാണാനും പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്ന് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞിൻ്റെ ഒരൊറ്റ ഫോട്ടോ പോലും കിട്ടിയില്ല. അല്ലെങ്കിൽ കുഞ്ഞു മക്കൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് അവരെ വിളിക്കുന്ന സമയത്ത് അവർ നമുക്ക് നിന്ന് തരില്ല. പിന്നെ അവർ ഓടി നടക്കുന്ന സമയത്ത് എപ്പോഴേലും ഒന്ന് നമുക്ക് പോസ് ചെയ്ത് തരുന്ന സമയത്ത് വേണം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവനൊന്ന് നേരെ അടങ്ങിയിരുന്നത് അവനൊരു ഐസ്ക്രീം മേടിച്ച് കൊടുത്ത സമയത്ത് മാത്രമാണ്. അന്നേരം നമ്മൾ 2-3 ഫോട്ടോസ് എടുത്തു. അങ്ങനെ ചെറുതായിട്ടൊന്ന് വെയിൽ കുറഞ്ഞ സമയം നമ്മൾ ബീച്ചിലേക്ക് നേരെ പോകുമായിരുന്നു. നമ്മൾ ചെന്ന സമയം അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല തിരമാലയായിരുന്നു നമ്മൾ ചെന്ന സമയം. നമുക്ക് പോലീസ് ഗാർഡൊക്കെ വന്ന് നമ്മളോട് മുകളിലേക്ക് കയറി പോകാനായിട്ടൊക്കെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേര സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരമാലയ്ക്ക് നല്ല ശക്തിയായിരുന്നു. കുഞ്ഞിന് ആവശ്യത്തിന് കടലിൽ ഇറങ്ങാനൊക്കെ പറ്റി. പൊതുവേ ഇന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം കുറേ കടലിലൊക്കെ ഇറങ്ങി കുഞ്ഞിനെയൊക്കെ അത്യാവശ്യം ഒന്ന് ഇറക്കി നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചിനിയിപ്പം വീട്ടിലേക്ക് പോകാമെന്ന് കരുതി വീട്ടിലോട്ട് പോകാനായിട്ട് തിരിച്ചു പോന്നു. ഇടയ്ക്ക് നമ്മളൊന്ന് കൂൾ ബാറിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോരുമായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പം നമ്മൾ തണ്ണീർമുക്കം ബണ്ട് പാസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് ഒന്ന് അവിടെ ഇറങ്ങി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ നേരെ അവിടെ ഇറങ്ങി. ഞങ്ങൾ അവിടെ ഇറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ചു. അവിടെ ഇതുപോലെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. 10 മിനിറ്റ് സമയത്തേക്ക് 600 രൂപയാണ് ചാർജ്. അപ്പോൾ ഒരുപാട് പേര് കയറുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വെയിലൊക്കെ മങ്ങി തുടങ്ങി. ഒരു 5:30-6 മണിയോളം ആവാറായി. ഞങ്ങൾ കുറേ നേരം അവിടെ അതൊക്കെ കണ്ടു നിന്ന് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഈ കാണുന്നത് പോലല്ല, ഈ സ്പീഡ് ബോട്ടിലെ പോകുന്നത് ഇച്ചിരി റിസ്ക്കാണ്. അവർ നല്ല സ്പീഡിൽ പോയിട്ട് ഇത് തിരിക്കുമ്പം നമുക്ക് തന്നെ കാണാം ഇതിനകത്തിരിക്കുന്ന ആൾക്കാരുടെ കാർച്ച ഒച്ചയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കേൾക്കാം. ഒരുപാട് പേര് അങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചെന്ന സമയം 2 സ്പീഡ് ബോട്ടേ ഉള്ളായിരുന്നു. ഒരുപാട് സ്പീഡ് ബോട്ട് ഇതിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു. അവിടെ നല്ലൊരു കാറ്റും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഷാപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് നേരെ നമ്മൾ അർത്തുങ്കൽ പള്ളിയിൽ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അർത്തുങ്കൽ ബീച്ചിലെത്തി. അവിടുന്ന് ആവശ്യത്തിന് കുഞ്ഞിനെയൊക്കെ കടലിൽ ബീച്ചിലൊക്കെ ഇറക്കി അത്യാവശ്യം അവിടെയൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് തണ്ണീർമുക്കം എത്തി. അവിടെയും കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നേരെ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അമ്പിളി വരുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മളിങ്ങനെ പോകാറുള്ളൂ. അവൾ 2 കൊല്ലം മിക്കവാറും 2 വർഷമൊക്കെ കൂടുമ്പോഴാണ് അവധിക്ക് വരുന്നത്. ആ സമയം മുഴുവനും മിക്ക സൺഡേകളും ഇങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകാറാണ് പതിവ്. കുട്ടികൾക്ക് അവധിയുള്ള സമയം നോക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും താങ്ക്സ്.
അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.